Hi friends, welcome back to my channel. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചപ്പമാണ്. അച്ചപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളതായിരുന്നു. അതിനകത്ത് ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഞാൻ റിമൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാനിത് വീണ്ടും ഇടുകയാണ്. അപ്പോൾ കാണാത്തവരെല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അച്ചപ്പത്തിന് ഞാനിവിടെ 2 ഗ്ലാസ് അരിയുടെ പൊടി നല്ല നൈസായിട്ട് അരിച്ചെടുത്ത പൊടിയാണിത്. ഇതൊരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരല്പം കൂടെ മധുരം എടുക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഉള്ളത് ഒരു മുറി, ഒരുവിധം വലിയൊരു തേങ്ങയുടെ പകുതി, ഒരു മുറി തേങ്ങ നന്നായിട്ട് ചിരകി 1 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. എള്ള് നമുക്ക് ആവശ്യാനുസരണം ഇടാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ എള്ള് കഴുകി വെച്ചിരിക്കുന്നതാണത്. ഇനി നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. മുട്ട ഒത്തിരി കൂടുതലായി കഴിഞ്ഞാൽ മുട്ടയുടെ ചുവയാകും. തീരെ കുറവായി കഴിഞ്ഞാൽ അതിന് ക്രിസ്പിനെസ് കുറയുകയും ചെയ്യും. ഞാൻ ആ മുട്ടയും പഞ്ചസാരയും കൂടി നമുക്കൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ബീറ്റ് ആകരുത്, ഒരു കാരണവശാലും ബീറ്റ് ആകരുത്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആകാനേ പാടുള്ളൂ. നമ്മളൊരു സ്പൂണോ ഒരു ഫോക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് പകുതി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ആക്കുമ്പോഴത്തേനും, മുട്ട മിക്സ് ആക്കുമ്പോഴത്തേനും അത് ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ അച്ചപ്പം ചുട്ടെടുക്കുമ്പോൾ അതിന് നിറയെ ഇങ്ങനെ കൊമള പോലെ ഉണ്ടാകും. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആ പഞ്ചസാരയൊക്കെ അതിനകത്ത് മെൽറ്റായിട്ടുണ്ട്. നമുക്ക് കുറേശ്ശായിട്ട് അരിപ്പൊടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആ എള്ളും കൂടി ഒന്നിട്ട് കൊടുത്തൊന്ന് മിക്സ് ആക്കാം. അതിനകത്തേക്ക് ഒരല്പം കൂടെ ഫുള്ള് വേണ്ട, കുറച്ചും കൂടെ പാലൊഴിച്ചൊന്ന് നീട്ടിയെടുക്കുക. ഇതൊരു 10 മിനിറ്റ് നേരം വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒത്തിരി സമയമൊന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേന് ഈ തവിയൽ ഇങ്ങനെ ആകുന്ന ഒരു പരുവത്തിലാണ്. ഇനി അതിന് നന്നായിട്ട് നമ്മൾ ഒത്തിരി നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന അച്ചപ്പത്തിൻ്റെ അച്ചാണെങ്കിൽ അതിനെ നേരത്തെ തന്നെ ഒരല്പം വാളംപുളി പിഴിഞ്ഞിട്ട് ആ വെള്ളത്തിനകത്തേക്ക് അതൊന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ ചെറിയ ചൂടിൽ ഓയിലിനകത്തേക്ക് ഇട്ട് വെച്ചാലും നല്ലതാണ്. നന്നായിട്ട് തേച്ച് കഴിഞ്ഞതിന് ശേഷം എണ്ണ നന്നായി ചൂടായിരിക്കുമ്പോഴത്തേനും ഒരു അത്യാവശ്യം നല്ല തീയിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. അതുപോലെ അച്ച് ഫുള്ള് മുങ്ങരുത്, ഒരു 1/4 ഭാഗം മാത്രമേ അതിനകത്ത് മുങ്ങാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കതിനെ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആ പാല് മുഴുവൻ ഉപയോഗിച്ചിട്ടില്ല, ഒരു 1/4 കപ്പ് പാലേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി 1/4 കപ്പ് പാൽ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ അതൊരു ഇച്ചിരി ടൈറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിയുടെ കുതിർച്ച അനുസരിച്ച് ചിലപ്പോൾ മാവ് ഇച്ചിരി ടൈറ്റായി വരും. അല്ലെങ്കിൽ നമ്മൾ ആ അച്ച് മുക്കി വരുമ്പോഴത്തേനും ചിലപ്പോൾ ഇത്തിരി ടൈറ്റായി വരുമ്പോഴത്തേനും ഒരല്പം തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ മാവ് നനച്ച് വെച്ച് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നല്ലോണം ചൂടായ എണ്ണയിൽ അച്ച് നന്നായിട്ട് ചൂടായിട്ട് വേണം മുക്കിയിടാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അച്ച് നന്നായിട്ട് ചൂടായിട്ടില്ലെങ്കിൽ അച്ചയിലേക്ക് മാവ് പിടിക്കുകയില്ല, ചിലപ്പോൾ അത് വിട്ടു പോവുകയില്ല, എണ്ണ നല്ലോണം ചൂടല്ലെങ്കിൽ. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. ഓരോ പ്രാവശ്യം നമ്മൾ അച്ചപ്പിട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു 30 സെക്കൻഡ്സ് ആ തിളച്ച എണ്ണയിൽ തന്നെ അച്ച് വെച്ചതിന് ശേഷം വേണം അടുത്ത് മുക്കിയെടുക്കാനായിട്ട്.
ഒരു ഭാഗം നന്നായിട്ട് ചുമന്ന് വരുമ്പോഴത്തേനും നമ്മളത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം എണ്ണ പഴുത്ത് നിൽക്കുന്ന കാരണം വേഗം ആകും. നമ്മൾ അച്ചപ്പം ചുട്ടിങ്ങനെ എടുക്കുമ്പോഴത്തേനും മുറുകാത്തതുപോലെ തോന്നുമെങ്കിൽ ഒരു ശക്കര നേരം ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് മുറുകി വരും. അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഞാനിതൊന്ന് ഫുള്ളായിട്ട് ചുട്ടെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മുടെ അച്ചപ്പമൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് അച്ചപ്പം നമുക്ക് അത്ര ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ അത് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേനും ഇച്ചിരി അയഞ്ഞിരിക്കുന്ന പോലെ തോന്നും, എങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഇച്ചിരി നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേനും അത് നല്ല ക്രിസ്പി ആയിട്ട് വരും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.